ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാപ്പി ലൈഫിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ജീവിതത്തിൽ ലോകത്ത് വിജയിച്ച ആളുകൾക്കെല്ലാം കോമൺ ആയിട്ട് കാണുന്ന ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതെല്ലാവരിലും കാണപ്പെടുന്ന വിജയിച്ച ആളുകൾക്കൊക്കെ നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും. എന്തെങ്കിലും ഒരു ലക്ഷ്യമില്ലാതെ മുന്നോട്ട് പോകുന്നവർ വളരെ അപൂർവമായിരിക്കും. ഓക്കെ, വ്യത്യസ്ത ലക്ഷ്യങ്ങൾ നേടണമെന്ന് ആഗ്രഹിക്കുന്നു, പക്ഷെ നമുക്ക് നേടാൻ പറ്റുന്നില്ല. അപ്പൊ അതിന് കാരണം നമ്മൾ വിജയിച്ച ആളുകളെ കുറിച്ച് പഠിച്ചു നോക്കിയപ്പോൾ നമുക്ക് അവരിലൊക്കെ കോമൺ ആയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അവരെ ലക്ഷ്യം നേടാൻ വേണ്ടിയും അവരുടെ മോട്ടിവേറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയും അവരുടെ ജീവിതത്തിൽ വന്ന തടസ്സങ്ങൾ മറികടക്കാൻ വേണ്ടിയും ഒക്കെ അവർ ചെയ്ത എല്ലാവരിലും കോമൺ ആയിട്ട് കാണുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്ന 5 കാര്യങ്ങളാണ് നമ്മൾ ഇന്നോട് ഡിസ്കസ് ചെയ്യുന്നത്. ഈ 5 കാര്യങ്ങൾ അപ്പൊ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടി ഈ 5 കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിലേക്ക് എന്ത് ചെയ്യുക, ഉൾക്കൊള്ളിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇത് ഞാൻ ഈ പറയുന്ന 5 കാര്യങ്ങൾ നിങ്ങൾ ലോകത്ത് വിജയിച്ച ഏത് ആളുകൾ എടുത്തു നോക്കിയാലും അവരിൽ കാണാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡിസിപ്ലിൻ ആണ്. ജീവിതത്തിൽ ഉണ്ടാവേണ്ട ഡിസിപ്ലിൻ ആൻഡ് കൺസിസ്റ്റൻസിയാണ് എല്ലാവരിലും കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്നുള്ളത്. ഇപ്പൊ നിങ്ങൾ ലോകത്ത് എടുത്തു നോക്ക്, അവർക്ക് അവരുടേതായ ഒരു ഡെയിലി റുട്ടീൻ ഉണ്ടാവും. എല്ലാവർക്കും ഒരു സ്ട്രക്ചർ ആയിട്ട് റുട്ടീനിലായിരിക്കും, ഡിസിപ്ലിൻഡ് ലൈഫായിരിക്കും എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ടാവാം. ഇപ്പൊ ഏത് സമയത്ത് എണീക്കണം, എപ്പോൾ എഴുന്നേൽക്കണം, എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, എക്സസൈസ് ചെയ്യണം, അതുപോലെ തന്നെ അവർ എങ്ങനെ ഏത് സമയത്ത് അവരുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം, എപ്പോൾ ഉറങ്ങണം, എന്ത് ഭക്ഷണം കഴിക്കണം, അതിന് അവരുടേതായ രീതിയിൽ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പ്ലാൻ അവർക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. അല്ലാതെ ഇന്ന് ഇപ്പൊ രാവിലെ 5 മണിക്ക് എണീറ്റ് നാളെ 12 വരെ കിടന്നുറങ്ങി മറ്റന്നാൾ എഴുന്നേൽക്കുന്നില്ല, പിറ്റേ ദിവസം വെറുതെ ബോറടിച്ച് വിട്ടിരുന്ന്, അങ്ങനല്ല. ഓക്കെ, അപ്പൊ അവരില് ജീവിതത്തിൽ ഒരു ഡിസിപ്ലിൻഡ് ലൈഫായിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ കൺസിസ്റ്റൻസി, അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ത് തടസ്സങ്ങൾ ഉണ്ടെങ്കിലും അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. ഇപ്പൊ ഡിമോട്ടിവേറ്റ് ആയിരുന്നാലും ഇപ്പൊ ജീവിതത്തിൽ നമുക്ക് പഠിക്കുന്ന ആൾക്ക് പലപ്പോഴും അറിയുന്ന ഒരു കാര്യമാണ് പഠിക്കാൻ പറ്റുന്നില്ല, 2 ദിവസം പഠിച്ച് ഇവർ ഡീമോട്ടിവേറ്റ് ആവുന്നത്. അപ്പൊ ജീവിതത്തിൽ വിജയിച്ചവരെന്ന് പറയുന്നത് അവർക്ക് ഡീമോട്ടിവേഷൻ വന്നു കഴിഞ്ഞാലും എന്ത് വന്നു കഴിഞ്ഞാലും അവർ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുന്നതാണ്. ഡെയിലി അല്ലെങ്കിൽ റെഗുലർ ആയിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുന്നതാണ്. അപ്പൊ ഇതിൽ ഡിസിപ്ലിൻഡ് ആയിരിക്കാനും കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ള വ്യത്യസ്തമായ വരുന്ന വീഡിയോസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഈ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡിസിപ്ലിൻ ആൻഡ് കൺസിസ്റ്റൻസിയാണ് അവർ ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അഡാപ്റ്റബിലിറ്റിയാണ്. ഓക്കെ, നമ്മൾ ജീവിതത്തിൽ ഒരുപാട് തടസ്സങ്ങൾ വരും, അല്ലെങ്കിൽ വ്യത്യസ്ത സാഹചര്യങ്ങൾ വരും. ഈ സാഹചര്യങ്ങൾ നമുക്ക് അഡാപ്റ്റഡ് ആവാൻ പറ്റണം എന്നുള്ളതാണ്. ഇപ്പം പല ആളുകളും ഇപ്പൊ ബിസിനസ്സിലായാലും മറ്റു മേഖലയിലും തകർന്നു പോയത് കണ്ടിട്ടുണ്ടാവും. പലപ്പോഴും എന്ന് പറയുന്നത് മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് അതിനെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നമാണ്. ഇപ്പൊ ജീവിതത്തിൽ ഒരു പ്രയാസം വരുമ്പോൾ ആ പ്രയാസത്തെ മറികടന്നോട് മുന്നോട്ട് പോകാൻ പറ്റണം. അല്ലാതെ ആ പ്രയാസം ഒരു തടസ്സം വരുന്ന സമയത്ത് അവിടെ നമ്മുടെ യാത്ര അവിടെ അവസാനിക്കരുത്. ഓക്കെ, അത് മറികടന്നോട് മുന്നോട്ട് പോകാൻ പറ്റുക എന്നുള്ളതാണ്. ഓക്കെ, അഡാപ്റ്റബിലിറ്റിയാണ് ഇപ്പൊ ജീവിതത്തിൽ ഏതാളെടുത്ത് നോക്കും. ഇപ്പൊ അവരൊക്കെ പല പ്രാവശ്യം ഫെയിലായിട്ട് ആ സാഹചര്യത്തോട് ഇപ്പൊ എങ്ങനെയാണോ വേൾഡിൽ കോമ്പറ്റീഷൻ ലെവലുള്ളതെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിലേക്ക് ഉയർന്നു വന്ന ആളുകളായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്നത് ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. മൂന്നാമതായിട്ട് ഒരു ക്ലിയർ വിഷൻ ആൻഡ് ഗോൾ സെറ്റിംഗ് ആണ്. അപ്പൊ അവർക്ക് അവരുടെ ജീവിതത്തെ കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ പല ആൾക്കും ഇല്ലാതെ പോകുന്ന അതാണ്. എന്താവണം, ഇത്ര വർഷം കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ആവണം എന്നുള്ളതിനെ കുറിച്ച് ഒരു വ്യക്തമായ വിഷൻ ജീവിതത്തെ കുറിച്ച് അവർക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ അതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഗോൾ സെറ്റിംഗ് അവർ നടത്തുന്നതാണ്. ഒരു വിഷൻ കണ്ടു കഴിഞ്ഞാൽ, ഒരു ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ ഇത്ര വർഷങ്ങളോ ഇത്ര മാസങ്ങളോ എടുത്തുകൊണ്ട് അതിലേക്ക് എത്തേണ്ടത് എന്നുള്ളവർക്ക് അവർക്ക് വ്യക്തമായൊരു പ്ലാനിങ് ഉണ്ടാവും. അപ്പൊ ക്ലിയർ ഒരു വിഷനും അതിനെ കുറിച്ച് അനിശ്ചിതമായിട്ടുള്ള ഒരു ഗോൾ സെറ്റിംഗ് പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, അവർക്ക് ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ്. അതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ലേണിംഗ് ആൻഡ് ക്യൂരിയോസിറ്റി ആണ്. അപ്പൊ ഇവരൊന്നും ഒരിക്കലും ഇതിനെ പഠനം നിർത്തുന്നില്ല. ഇവരുടെ മേഖല ആവട്ടെ, അല്ലെങ്കിൽ ഇവരുടെ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാവട്ടെ, ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അവർ അറിഞ്ഞുകൊണ്ടേ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടേ ഇരിക്കുന്നതാണ്. പഠിത്തം അവസാനിപ്പിക്കരുത്. നമ്മളിപ്പോ ഏത് മേഖലയിലേക്ക് എത്തിക്കഴിഞ്ഞാലും ആ മേഖല നമ്മൾ എത്തിയിരിക്കുന്ന സ്റ്റെപ്പ് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാൻ വേണ്ടി, അത് കഴിഞ്ഞുള്ള സ്റ്റെപ്പ് അടുത്ത അതിന്റെ ഘട്ടങ്ങളായിട്ട് നമ്മൾ ഉയർച്ചയിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ലേൺ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതുപോലെ തന്നെ ഉണ്ടാവുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ഒരു ക്യൂരിയോസിറ്റി മൈൻഡ്, എന്തുകൊണ്ട് അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുക, പഠിക്കുക. ഇതെപ്പോഴും ഒരു നല്ല ഒരു വിജയി അല്ലെങ്കിൽ നല്ലൊരു ആളെന്നുള്ളത് എപ്പോഴും ജീവിതത്തിൽ എന്തായിരിക്കും, നല്ലൊരു ലേണറും കൂടിയായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അത് ആരും എടുത്തു കഴിഞ്ഞാലും അപ്പൊ അത് ലേണിംഗ് നമുക്ക് ചെയ്യാൻ വേണ്ടി പല സാഹചര്യങ്ങൾ ഇപ്പൊ ഉണ്ട്.
വായന ഉൾപ്പെടുത്താം, മറ്റുള്ള മീഡിയ, നമുക്ക് കാണുന്ന സോഷ്യൽ മീഡിയയും മറ്റുള്ള മീഡിയാസൊക്കെ നമുക്ക് ഇന്റർനെറ്റും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റും. പക്ഷെ വായിച്ചുകൊണ്ടേ ഇരിക്കുക, പഠിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് നാലാമതായിട്ട് ഉണ്ടാവുന്ന ഒരു കാര്യം. അഞ്ചാമത് ഏറ്റവും പഠനമുള്ള കാര്യം എന്ന് പറയുന്നത് പെർസീവറൻസ് ആണ്. സ്ഥിരോത്സാഹം ഉണ്ടാവണം എന്നുള്ളതാണ്. നമുക്ക് ഇന്നൊരു ഭയങ്കര എന്തെങ്കിലും ലക്ഷ്യത്തിലേക്ക് എത്തണം എന്ന് ആഗ്രഹിച്ച് ഇന്ന് അതിനുവേണ്ടി ഒരുപാടായിട്ട് പഠിച്ചു, അല്ലെങ്കിൽ ഒരു വീക്ക് പഠിച്ചു, പിന്നെ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ആ ഉത്സാഹം നിലനിർത്തിക്കൊണ്ട് പോയാൽ നമ്മൾ വിജയത്തിലേക്ക് എത്തും. ഏത് മേഖല ആവട്ടെ കേട്ടോ, നിങ്ങൾ ഏത് ലക്ഷ്യത്തിലേക്കാവട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ബിസിനസ് ആവട്ടെ, അക്കാദമിക് ലെവലാവട്ടെ, ഏത് മേഖലയിലാവട്ടെ, ആ സ്ഥിരോത്സാഹം നമുക്ക് നിലനിർത്തിക്കൊണ്ടുപോകാൻ പറ്റണം എന്നുള്ളതാണ്. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ പലതും ഉണ്ട്. സ്ഥിരോത്സാഹം നമുക്ക് എങ്ങനെ നിലനിർത്താം എന്നുള്ള ഒരുപാട് വീഡിയോസ് യൂട്യൂബിലുണ്ട്. നമ്മൾ വ്യത്യസ്ത വീഡിയോസുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നതായിരിക്കും. ഇതാണ് അഞ്ചാമത്തെ കാര്യം എന്നുള്ളത്. ഓക്കെ, ബോണസ് ആയിട്ട് ഒരൊറ്റ കാര്യം കൂടി ഇതിലേക്ക് ഞാൻ പറയാൻ പറ്റും. ഇമോഷണൽ ഇന്റലിജൻസ് ആണ്. ഇത്തരത്തിൽ വിജയിച്ച ആളുകൾക്കൊക്കെ നല്ല ഇമോഷണൽ ഇന്റലിജൻസ് ആയിരിക്കും എന്നുള്ളതാണ്. ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ തരണം ചെയ്യാം എന്നുള്ള വ്യക്തമായ ഒരു ധാരണ ഉണ്ടാവും എന്നുള്ളതാണ്. എമ്പതിയും സിമ്പതിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ അവർ കൂടെ ഉണ്ടാവും. കൂടാതെ ഇമോഷണൽ ഇന്റലിജൻസ് നമുക്ക് എന്ത് ചെയ്യാണ്, വൈകാരികമായ ബുദ്ധിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. ഒരു സാഹചര്യം, ഏതൊരു സാഹചര്യം, വൈകാരികമായ സാഹചര്യം, ഏത് സാഹചര്യം വന്നു കഴിഞ്ഞാലും അതിനെ ഏറ്റവും നല്ല രീതിയിൽ അഭിമുഖീകരിച്ച് അതിന് പരിഹാരം കണ്ട് മുന്നോട്ട് പോകാൻ അവർക്ക് പറ്റും എന്നുള്ളതാണ്. ഈ 5 കാര്യങ്ങൾ പ്ലസ് ഒരു ബോണസ് ആയിട്ടുള്ള ഈ കാര്യം പൊതുവെ നമുക്ക് വിജയിച്ച ആളുകളിലൊക്കെ കോമൺ ആയിട്ട് കാണുന്ന ഒരു സംഗതിയാണ്. അപ്പൊ നിങ്ങൾക്കും ജീവിതത്തിൽ വിജയിക്കണോ? വളരെ ഈസി മെത്തേഡാണ്. ഈ വിജയിച്ച ആളുകൾ അവർ ജീവിതത്തിൽ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഈ കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കുറച്ചായിട്ടാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ജീവിതത്തിലേക്കും അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കും അവരെ പോലെ ജീവിതത്തിൽ നമ്മുടെ ലക്ഷ്യങ്ങൾ നേടി വിജയിച്ചരാവാൻ പറ്റും. അത്തരത്തിൽ വിജയിച്ചരാവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇത്തരത്തിൽ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട്, ജീവിത വിജയവുമായി ബന്ധപ്പെട്ട് മറ്റ് വ്യത്യസ്ത കാര്യങ്ങളുമായിട്ട് നമുക്ക് നിങ്ങളുടെ മുന്നിലേക്ക് വരണം. അത്തരത്തിലുള്ള വീഡിയോസുകൾ ലഭിക്കാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റായിട്ട് രേഖപ്പെടുത്താം, സംശയങ്ങളും കമന്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ മറ്റുള്ള വ്യത്യസ്ത വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ബൈ.